കാട്ടാനക്കൂട്ടത്തെ തുരത്താനുള്ള ശ്രമങ്ങൾ തുടരുന്നു. വനം വകുപ്പിന്റെയും RRTFന്റെയും നേതൃത്വത്തിലാണ് കോമ്പിംഗ്. പ്രദേശത്ത് 2 ഇടങ്ങളിലായിട്ടാണ് കാട്ടാനക്കൂട്ടം തമ്പടിച്ചിട്ടുള്ളത്. അരണമല ഭാഗത്തുള്ള കാട്ടാനക്കൂട്ടത്തെ 3 മണിയോടെ തുരത്തി. ഒരു മാസത്തിലധികമായി മേപ്പാടി റേഞ്ചിലെ വിവിധ ഭാഗങ്ങളിൽ കാട്ടാനകൾ ജനവാസ കേന്ദ്രങ്ങളിലും കൃഷിയിടങ്ങളിലും ഇറങ്ങുന്നത് പതിവായിരുന്നു. കാട്ടാനശല്യം രൂക്ഷമായതോടെയാണ് ഉൾക്കാട്ടിലേക്ക് ആനകളെ തുരത്താൻ തീരുമാനിച്ചത്. ചെമ്പ്ര സ്കൂൾ കുന്നിനടുത്തുള്ള പൂളക്കുന്ന് കാട്ടിലാണ് 6 കാട്ടാനകളടങ്ങുന്ന സംഘത്തെ കണ്ടെത്തിയിട്ടുള്ളത്. കാട്ടാനാക്രമണത്തിൽ യുവതി കൊല്ലപ്പെട്ട എളമ്പിലേരി എസ്റ്റേറ്റ് ഭാഗത്തും ചൂരൽമല അരണമല ഭാഗത്തുമാണ് കാട്ടാനയെ ഉൾക്കാട്ടിലേക്ക് തുരത്തുന്നത്. 50ലധികം വരുന്ന വനം വകുപ്പിന്റെ വിദഗ്ധ സംഘമാണ് തെരച്ചിലിന് നേതൃത്വം നൽകുന്നത്. അരണമല ഭാഗത്തെ കാട്ടാനക്കൂട്ടത്തെ ഉൾവനത്തിലേക്ക് തുരത്തി. നമ്മൾ ഇന്നലെ ഇവിടെ വന്നിട്ട് 6 ആനയെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ആനയെ ഇന്നും കൂടി ഇവിടെ കണ്ടുപിടിച്ചിട്ട് അതിനെ ഓടിച്ചു കയറ്റാനുള്ള പരിപാടിയാണ്. ഇവിടെ ഇപ്പം നമ്മൾ 4 ടീമായി തിരിഞ്ഞിട്ടുണ്ട്. 4 ടീമായി മാറിയിട്ട് പല വഴിക്കായിട്ട് തിരഞ്ഞിട്ട് ആന കണ്ടുപിടിച്ച മുറയ്ക്ക് എല്ലാവരും കൂടി ഓടിച്ചു കയറ്റാനുള്ള ഉദ്ദേശിക്കുന്നത്. കുത്തനെയുള്ള കയറ്റങ്ങളും വനങ്ങളും തേയിലത്തോട്ടങ്ങളുമാണ് പ്രദേശത്തുള്ളത്. ചെമ്പ്ര ഭാഗത്തെ കാട്ടാനക്കൂട്ടത്തെ ഉൾവനത്തിലേക്ക് തുരത്തുക എന്നതാണ് ഇനിയുള്ള ശ്രമം. നമ്മൾ വ്യാപകമായിട്ടുള്ള കോമ്പിംഗ് ഓപ്പറേഷൻസാണ് നടത്തുന്നത്. അപ്പോൾ നമ്മൾ 2 എലഫൻ്റ് ഗ്രൂപ്പിനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് ചെമ്പ്ര മേഖലയിലും മറ്റൊന്ന് അരണമല കോളനിയിലും. അപ്പം ഇന്ന് നോർത്ത് സൗത്ത് ഡിവിഷനുകളിലെ സ്റ്റാഫുകളുടെയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വാച്ചേഴ്സിൻ്റെയൊക്കെ നേതൃത്വത്തിൽ 2 ടീമായി തിരിഞ്ഞുകൊണ്ട് ഈ 2 ഗ്രൂപ്പിനെയും ഉൾക്കാട്ടിലേക്ക് തുരത്തുന്നതിനുള്ള നടപടി. കൽപ്പറ്റ DF ഉൾപ്പെടെ ഉന്നത വനപാലക സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നു. ന്യൂസ് 18 വയനാട്. വന്യമൃഗശല്യം രൂക്ഷമായതോടെ പൊറുതിമുട്ടിയ മാങ്കുളം പാമ്പുംകയത്തെ കർഷകർ കൃഷിയും വീടുകളും ഉപേക്ഷിച്ച് കുടിയിറങ്ങുകയാണ്. കാട്ടാനക്കൂട്ടം കൃഷിയിടം കൈയടക്കി വീടുകളും ഇടിച്ചു നിരത്തി. ഇതോടെ വാടക വീടുകളിലും ബന്ധുവീടുകളിലും അഭയം തേടിയിരിക്കുകയാണ് 40ഓളം കുടുംബങ്ങൾ. കാടിറങ്ങുന്ന വന്യതയിൽ ചവിട്ടിമെതിക്കപ്പെട്ടത് കൂരകൾ മാത്രമല്ല, ജീവിതം ഇരുട്ടിലായ നേരനുഭവമാണ് പാമ്പും കയത്തുകാർക്ക് പറയാനുള്ളത്. കൂട്ടമായിട്ടെത്തുന്ന കാട്ടാനകൾ കാരണം ഇവിടെ നിന്ന് സ്വയം കുടിയൊഴിയുകയാണ് കർഷകർ. പലരും കൃഷിയും വീടുകളും ഉപേക്ഷിച്ചു പോയി കഴിഞ്ഞു. 40 കുടുംബങ്ങൾ താമസമുണ്ടായിരുന്ന ഇവിടെ ഇന്ന് പോകാനിടമില്ലാത്തതിനാൽ ഒരു കുടുംബം മാത്രമാണുള്ളത്. ഇനിയിപ്പോൾ എൻ്റെ വീടാണ് തള്ളാനുള്ളത്. അത് ഏത് സമയത്തും തള്ളാവുന്നൊരവസ്ഥയിലാണ്. അതുപോലെ പേടിച്ചാണ് കഴിയുന്നത്. ഞാനെന്ന് പറഞ്ഞാൽ എനിക്ക് 68 വയസ്സായ ഒരാളാണ്. എൻ്റെ ഭാര്യയ്ക്ക് 65 വയസ്സ്. ഞങ്ങൾ 2 കാരണവന്മാരാണുള്ളത്. ഞങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങി ഓടാനും കൂടെ പറ്റാത്തൊരവസ്ഥയാണ്. നിരവധി വീടുകളും ഏക്കർ കണക്കിന് കൃഷിയും കാട്ടാന നശിപ്പിച്ചു. ഉണ്ടായിരുന്ന കിടപ്പാടം നഷ്ടപ്പെട്ട പലരും ഇപ്പോൾ വാടക വീടുകളിലാണ് അന്തിയുറങ്ങുന്നത്. വാടകയ്ക്കായിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ ഒന്നും താമസിക്കാനുള്ള ഒരു ഇതില്ല. ഈ സമയത്ത് ഇപ്പോൾ കഴിഞ്ഞാണ് കരോട്ടുന്ന ഈറ്റ ഓടിക്കുന്ന സൗണ്ട് കേട്ടായിരുന്നു. കരോട്ട് ഞങ്ങൾ പണ്ടുകൊണ്ടിരുന്നപ്പോഴേ. അപ്പോൾ ഞങ്ങൾ നോക്കി നിന്നാണ് പണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അങ്ങോട്ട് ശ്രദ്ധിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. 1980കളിൽ സർക്കാർ പതിച്ചു നൽകിയ മിച്ചഭൂമി വാങ്ങി കുടിയേറിയ കർഷകരാണ് ഇവിടെയുള്ളത്. മലമേടുകളായി കിടന്ന മണ്ണിൽ ഏറ്റവും ഗുണമേന്മയുള്ള കുരുമുളകും ഏലവും സമൃദ്ധമായി വിളയിച്ചു. അന്നൊന്നുമില്ലാതിരുന്ന വന്യമൃഗശല്യമാണ് ഇവിടത്തുകാർ നേരിടുന്നത്. ഞങ്ങളുടെ പറമ്പിലെ കൃഷികൾ നശിപ്പിക്കാതെ, വീടുകൾ നശിപ്പിക്കാതെ, ഞങ്ങളുടെ വീട്ടിലുള്ളവർക്ക് ഒരു ദോഷം വരാത്ത രീതിയിൽ ഇതിൻ്റെ മേലുദ്യോഗസ്ഥന്മാർ ഞങ്ങൾക്കിത് നടത്തി തന്ന് ഞങ്ങളെ സഹായിക്കണം. ജനപ്രതിനിധികൾ എന്ന നിലയ്ക്ക് ഞങ്ങൾ കർഷകരുടെ നിന്നും വൻ പ്രതിഷേധവുമായി വൻ ജനങ്ങളെ കൂട്ടിക്കൊണ്ടൊരു മാർച്ചും ധർണയും ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. കാട്ടാനയ്ക്കൊപ്പം കുരങ്ങ്, കാട്ടുപന്നി, കടുവ, മുള്ളൻപന്നി എന്നിവയുടെയും ശല്യം മേഖലയിൽ രൂക്ഷമാണ്. സുരക്ഷിതമായ മറ്റൊരിടം നൽകുകയോ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണുകയോ വേണമെന്നാണ് ഇവരുടെ ആവശ്യം. കാട്ടാനയും കാട്ടുപോത്തും കടുവയും അടക്കമുള്ള വന്യമൃഗശല്യം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് മലയോരത്തെ കർഷകർ. മാങ്കുളത്തെ കർഷകരാണെങ്കിൽ വലിയ ജനകീയ പ്രക്ഷോഭത്തിനും തയ്യാറെടുക്കുന്നു. അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ. സന്ദീപ് രാജാക്കാട്, ന്യൂസ് 18 ഇടുക്കി. പുനലൂരിൽ നടന്ന മുഖ്യമന്ത്രിയുടെ സ്നേഹസ്പർശം പരാതി പരിഹാര അദാലത്തിൽ ജനസാഗരം. പുനലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന അദാലത്ത് മന്ത്രി കെ രാജു ഉദ്ഘാടനം ചെയ്തു. മന്ത്രിമാരായ കടകംപള്ളി സുരേന്ദ്രൻ, ജെ മേഴ്സിക്കുട്ടിയമ്മ എന്നിവരും പൊതുജനങ്ങളുടെ പരാതികൾ കേട്ടു. ചടങ്ങിൽ മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള 20 പട്ടയങ്ങൾ വിതരണം ചെയ്തു. കൊട്ടാരക്കര, പുനലൂർ, പത്തനാപുരം താലൂക്കുകളിലെ താമസക്കാരുടെ പരാതികൾക്ക് പരിഹാരം കണ്ടെത്താനാണ് അദാലത്ത് സംഘടിപ്പിച്ചത്.
പത്തനംതിട്ട അടൂരിൽ 8 വയസ്സുകാരന് അച്ഛന്റെ ക്രൂരപീഡനം. പഠിച്ചില്ല എന്ന പേരിൽ കുട്ടിയുടെ ശരീരത്തെ ചട്ടുകം വെച്ച് പൊള്ളിച്ചു. പഞ്ചായത്ത് അംഗം നൽകിയ പരാതിയെ തുടർന്നാണ് ജനുവരി 30-ന് നടന്ന സംഭവം പുറത്തറിഞ്ഞത്. പ്രതി പള്ളിക്കൽ സ്വദേശി ശ്രീകുമാറിനെ അടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. അടൂർ പള്ളിക്കൽ സ്വദേശി ശ്രീകുമാറാണ് 8 വയസ്സുകാരന് നേരെ ക്രൂരമായ അതിക്രമം നടത്തിയത്. സ്ഥിരം മദ്യപാനിയായ ഇയാൾ പാഠഭാഗങ്ങൾ ശരിയായി പഠിച്ചില്ലെന്നാരോപിച്ചാണ് ജനുവരി 30-ന് 3ാം ക്ലാസ് വിദ്യാർത്ഥിയായ മകനെ ചട്ടുകം വെച്ച് പൊള്ളിച്ചത്. ഇതേ രീതിയിൽ 3 തവണ ക്രൂരത നേരിടേണ്ടി വന്ന കുട്ടിയുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പൊള്ളലേറ്റ പാടുകളുണ്ട്. ഹോട്ടൽ തൊഴിലാളിയായ അമ്മ ജോലി കഴിഞ്ഞെത്തിയപ്പോഴാണ് വേദനയാൽ പുളയുന്ന കുട്ടിയെ കണ്ടതും മറ്റുള്ളവരെ വിവരം അറിയിച്ചതും. തുടർന്ന് പഞ്ചായത്ത് അംഗം ഇടപെട്ട് പരാതി നൽകിയതോടെ പോലീസ് കുട്ടിയുടെ പിതാവ് ശ്രീകുമാറിനെ അറസ്റ്റ് ചെയ്തു. തുടർന്ന് കുട്ടിയെ അടൂർ ജനറൽ ആശുപത്രിയിലെത്തിച്ച് ചികിത്സ നൽകി. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ സംരക്ഷണയിലാണിപ്പോൾ കുട്ടി. സ്വന്തം അച്ഛൻ തന്നെ കുട്ടിയെ ഈ രീതിയിൽ ചട്ടുകം വെച്ച് പൊള്ളിക്കുന്ന ഒരു അവസ്ഥയുണ്ടാവുക എന്ന് പറയുന്നത് വളരെയേറെ ഒരു പ്രശ്നം തന്നെയാണ്. ഞങ്ങൾ ഏതായാലും അടിയന്തരമായിട്ട് DCPയോട് അത് അന്വേഷിച്ച് റിപ്പോർട്ട് തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശപ്രകാരം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ബാലാവകാശ കമ്മീഷൻ ഉദ്യോഗസ്ഥർ അറിയിച്ചു. ന്യൂസ് 18 അടൂർ. ചെർപ്പളശ്ശേരിയിൽ മകന്റെ അടിയേറ്റ് അച്ഛൻ മരിച്ചു. ചെർപ്പളശ്ശേരി നെല്ലായി പള്ളിപ്പടി കാരംകോട്ടിൽ ബാപ്പുട്ടി ഹാജിയാണ് മരിച്ചത്. കുടുംബ വഴക്കാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. തലയ്ക്ക് അടിയേറ്റ ബാപ്പുട്ടി ഹാജിയെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ മകൻ അഫ്സലിനായി തെരച്ചിൽ തുടരുന്നു. ഏറ്റുമാനൂരിൽ മദ്യലഹരിയിലെത്തി ഹോട്ടൽ അടിച്ചു തകർത്ത 2 പേരെ കണ്ടെത്താനാകാതെ പോലീസ്. ഏറ്റുമാനൂർ നഗരത്തിൽ പ്രവർത്തിക്കുന്ന താര ഹോട്ടലാണ് അക്രമി സംഘം 2 ദിവസം മുൻപ് രാത്രി അടിച്ചു തകർത്തത്. ഹോട്ടലിലെത്തി ഭക്ഷണം ആവശ്യപ്പെട്ട സംഘത്തോട് ഭക്ഷണം ഇല്ല എന്ന് ഹോട്ടലുടമ അറിയിച്ചതോടെയാണ് ആക്രമണം. കത്തികാട്ടി ഭീഷണിപ്പെടുത്തി പണപ്പെട്ടി തുറന്ന് പണവും തട്ടിയെടുത്തു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഏറ്റുമാനൂർ പോലീസ് അന്വേഷണം തുടരുന്നു. കൊട്ടാരക്കര പാത്തലയിൽ തുടങ്ങാനിരിക്കുന്ന ടാർ മിക്സിംഗ് പ്ലാന്റിനെതിരെ ജനകീയ സമരസമിതി പ്രതിഷേധം ശക്തമാക്കി. പ്ലാന്റിനെതിരെ പ്രതിഷേധിച്ച ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രഞ്ജിത്ത്, വാർഡ് മെമ്പർ ഷീല കുമാരി എന്നിവരെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചു. ക്രഷർ യൂണിറ്റ് പ്രവർത്തിക്കുന്നതിനായി കോടതി വിധി ഉണ്ടായിരുന്നുവെങ്കിലും അനുവദിക്കില്ല എന്ന നിലപാടിലാണ് നാട്ടുകാർ. വയനാട്ടിൽ വീണ്ടും മാവോയിസ്റ്റ് സാന്നിധ്യം. മാനന്തവാടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പഞ്ചാരക്കൊല്ലിയിലാണ് ആയുധധാരികളായ 2 മാവോയിസ്റ്റുകൾ എത്തിയതായി പോലീസിന് വിവരം കിട്ടിയത്. കഴിഞ്ഞ ദിവസം രാത്രി 7:30 പ്രദേശത്തെ വീട്ടിലെത്തിയ ഇവർ ഭക്ഷണം വാങ്ങി കഴിച്ചു. തുടർന്ന് വീട്ടുകാരിൽ നിന്ന് ചായപ്പൊടിയും വാങ്ങിയാണ് മടങ്ങിയത് എന്നാണ് വിവരം. ജില്ലയിലെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല. വളാഞ്ചേരി വട്ടപ്പാറ വളവിൽ ചരക്ക് ലോറി മറിഞ്ഞ് 2 പേർ മരിച്ചു. ലോറിക്കുള്ളിൽ കുടുങ്ങിയ 2 ജീവനക്കാരാണ് മരിച്ചത്. ബംഗളൂരുവിൽ നിന്ന് കൊച്ചിയിലേക്ക് കമ്പി കയറ്റി വന്ന ലോറി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. ഇന്നു പുലർച്ചെ 3:30-ക്കാണ് അപകടം. വട്ടപ്പാറ വളവിൽ നിയന്ത്രണം വിട്ട ലോറി മറിയുകയായിരുന്നു. ഡ്രൈവർ തമിഴ്നാട് മധുകര സ്വദേശി മുത്തുകുമാർ, ക്ലീനർ മലമ്പുഴ സ്വദേശി അയ്യപ്പൻ എന്നിവരാണ് മരിച്ചത്. തിരൂരിൽ നിന്ന് പൊള്ളാച്ചിയിലേക്ക് ഇരുമ്പ് കമ്പിയുമായി പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. 30 അടി താഴ്ചയിലേക്ക് ലോറി മറിയുകയായിരുന്നു. ഇരുമ്പ് കമ്പികൾക്കിടയിൽ നിന്നാണ് ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തിയത്. ഒരാഴ്ച മുൻപും ചരക്ക് ലോറി മറിഞ്ഞ് ഇവിടെ ഡ്രൈവർ മരിച്ചിരുന്നു. ആളുകളൊക്കെ നമുക്ക് കാണാൻ പറ്റാത്ത രൂപത്തിലായിരുന്നു 2 പേരുണ്ടായിരുന്നു വണ്ടിയിൽ. അപ്പോൾ ഇനി ഈ ഒരു സംഭവം ഇങ്ങനെ തന്നെ തുടർന്നു കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വീണ്ടും ഇതേമാതിരി ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നതാണ്. അപ്പോൾ ഇതിന് അടിയന്തരമായിട്ട് ഒരു തീരുമാനം നമ്മൾ കാണുക തന്നെ വേണം. വട്ടപ്പാറ വളവിലെ അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടി നിരവധി പദ്ധതികൾ നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. ന്യൂസ് 18 വളാഞ്ചേരി. നെടുമങ്ങാട് പുത്തൻ പാലത്തിന് സമീപം പിക്കപ്പ് വാനും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. പാലോട് ഇളവട്ടം സ്വദേശി അബ്ദുൾ റസാഖാണ് മരിച്ചത്. മീൻ കൊണ്ടുവന്ന പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇടുക്കി കമ്പംമേട്ടിലെ സെയിൽ ടാക്സ് ഓഫീസിൽ വാഴക്കുല മൂപ്പത്ത് മുൻപേ ചാക്കിൽ കയറും. കാട് മൂടിക്കിടന്ന ഓഫീസ് പരിസരത്ത് ജീവനക്കാർ നടത്തുന്ന ഞാലിപ്പൂവൻ കൃഷിയിൽ വാനരന്മാർ കണ്ണുവെച്ചതോടെയാണ് പച്ചക്കായും ചാക്കിട്ട് മൂടുന്നത്. കമ്പംമെട്ടിലെ സെയിൽ ടാക്സ് ഓഫീസിന്റെ കാട് പിടിച്ചു കിടന്ന 40 സെന്റ് തരിച്ചു നിലത്താണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ അനുമതിയോടെ ലോക്ക്ഡൌണിൽ സെയിൽ ടാക്സ് ഓഫീസിലെ ഡ്രൈവർമാരായ ജിജോ മാത്യു,
VJ ജലീൽ, MP മനോജ് എന്നിവർ ചേർന്ന് കൃഷി ആരംഭിച്ചത്. തമിഴ്നാട്ടിൽ നിന്ന് ഞാലിപ്പൂവൻ വാഴവിത്തും വളമായി ചാണകപ്പൊടിയും എത്തിച്ച് കൃഷി ഇറക്കി. വാഴത്തോട്ടമായതോടെ കേരള തമിഴ്നാട് അതിർത്തി വനമേഖലയിൽ നിന്ന് വാനരസംഘം കൂട്ടത്തോടെ എത്തി. കുലച്ച വാഴകൾ കടത്തിക്കൊണ്ടുപോകുവാനും തുടങ്ങി. രക്ഷയില്ലാതായതോടെ വാഴ കുലച്ചു വരുന്ന സമയത്തു തന്നെ ചാക്കിലാക്കും. പുതിയ തന്ത്രം പ്രയോഗിച്ചതോടെ വാനരശല്യവും ഒഴിവായി. നമ്മൾ അത് ബഹുമാന്യനായ DCI PJ ജോൺസൺ സാറിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മളിവിടെ വാഴ വെക്കുകയും അതിൽ ഞാലിപ്പം വിത്ത് മേടിച്ച് ഇവിടെ വെച്ചു വാഴ വെക്കുകയും ചെയ്തു. അപ്പോൾ അതിലെന്തായാലും നല്ല വിളവാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു 100 കൊലയോളം ഉണ്ട്. പക്ഷേ എങ്കിലും കുരങ്ങന്മാർ ശല്യമാണ് ഇപ്പോൾ നമ്മൾ നേരിടുന്നത്. അപ്പം എന്തായാലും കുറേ ഞങ്ങളതിനെ ഓടിക്കുകയും മറ്റേ ഇത് ഏറ്റാലി വെച്ച് ഓടിക്കുകയും ചാക്ക് കെട്ടി വെക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും കുരങ്ങ് കയറുന്നുണ്ട്. എങ്കിലും ഞങ്ങൾക്ക് നല്ല വിളവാണ് കിട്ടിയിരിക്കുന്നത്. വിളവെടുത്ത ശേഷം ലഭിക്കുന്ന തുകയുടെ ലാഭം നിർധനർക്ക് നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത ഘട്ടം കൃഷി അല്പം കൂടി വിപുലീകരിക്കുവാനും പരിപാടിയുണ്ട്. വാഴവിത്തുകളുടെ വിൽപ്പനയ്ക്കും പദ്ധതിയുണ്ട്. അടുത്ത കൃഷിക്കുള്ള വാഴക്കന്നുകളും ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ചിട്ടുമുണ്ട്. ന്യൂസ് 18 കമ്പംമേട്ട്. കലങ്ക് നിർമ്മാണത്തിനായി റോഡ് അടച്ചതോടെ ദുരിതത്തിലായിരിക്കുകയാണ് കണ്ണൂർ ചപ്പാരപ്പടവ് മഞ്ഞക്കാട്ടെ 100ഓളം കുടുംബങ്ങൾ. തൊട്ടടുത്ത റേഷൻ കടയിലോ പാൽ സൊസൈറ്റിയിലോ പോകണമെങ്കിൽ 5 കിലോമീറ്റർ ചുറ്റി സഞ്ചരിക്കേണ്ട അവസ്ഥയാണ്. കാട്ടാമ്പള്ളി തടിക്കടവ് തീരദേശ റോഡ് പുനർനിർമ്മാണത്തിന്റെ ഭാഗമായാണ് മഞ്ഞക്കാട് കലുങ്ക് നിർമ്മിക്കുന്നത്. 1.5 വർഷം മുമ്പ് തുടങ്ങിയ പ്രവൃത്തി കോവിഡ് പശ്ചാത്തലത്തിൽ നീണ്ടുപോയി. കാൽനട പോലും സാധ്യമല്ലാത്ത വിധത്തിൽ റോഡടച്ചത് നാട്ടുകാരെ ദുരിതത്തിലാക്കി. മാസങ്ങൾക്ക് മുമ്പ് കലുങ്കിന്റെ ഒരു ഭാഗം പൂർത്തിയായെങ്കിലും മറുഭാഗത്തെ നിർമ്മാണം കഴിഞ്ഞ ദിവസമാണ് തുടങ്ങിയത്. ഇതിനായി 1 മാസം മുമ്പ് റോഡ് പൂർണ്ണമായും അടയ്ക്കുകയായിരുന്നു. ഇതോടെ പ്രദേശത്തുള്ളവർ ഒറ്റപ്പെട്ടു. റേഷൻ കടയിൽ പോകണമെന്ന് പറഞ്ഞാൽ പ്രായം ചെന്ന ആൾക്കാർക്ക് പോകണമെങ്കിൽ ഒരു നടപ്പ് വഴി പോലും ഇവിടെ ഇട്ട് കൊടുത്തിട്ടില്ല. ഒരു പാലത്തടി ഇട്ട് കൊടുത്തിട്ടെന്ന് പറഞ്ഞാൽ 2 ആൾ പൊക്കത്തിൽ ഒരു സൈഡിൽ ഒരു കൈവരി പോലും ഇല്ല. കൈവരി പോലും ഇല്ലാതെ ഇത് അതിൽ നടന്നു പോകാൻ പറ്റത്തില്ല. നോക്കിയാൽ തറകർക്കുള്ളവരൊക്കെ താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ പോകും. ഇവരോട് ചോദിച്ചാൽ ഒരു കൃത്യമായിട്ടൊരു ഉത്തരം പറയാനും ഇല്ല അവർക്ക്. ഇപ്പോൾ എന്ന് തീരുമെന്നോ ഇതിൻ്റെ പകുതി ഭാഗം പൊളിച്ചിട്ടിട്ട് 1 വർഷമായതാണ്. അത് വാർത്ത. അതിലെ ഇവർ ശ്രമിച്ചാൽ ഇവർക്ക് വണ്ടി വിടാൻ പറ്റുന്ന കാര്യമുള്ളൂ. ഒരു ഓട്ടോറിക്ഷ വിടാവുന്ന കാര്യമുള്ളൂ. അടുത്തുള്ള ആശുപത്രിയിൽ പോകാനോ റേഷൻ കടയിൽ പോകാനോ കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കണം. ഉയരമുള്ള കലുങ്കിലേക്ക് ഏണി വഴി കയറണം. ഇതുമൂലം സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഏറെ പ്രയാസം അനുഭവിക്കുകയാണ്. കാർഷിക ഉൽപ്പന്നങ്ങൾ വീടുകളിലെത്തിക്കാൻ ചുമക്കണം. പൊടിശല്യവും യാത്രാ ദുരിതവും മൂലം ബുദ്ധിമുട്ടുകയാണ് പ്രദേശവാസികൾ. ന്യൂസ് 18 ആലക്കോട്. മൂന്നാർ ഇരവികുളം ദേശീയോദ്യാനം അടച്ചു. വരയാടുകളുടെ പ്രജനനകാലത്തോടനുബന്ധിച്ചാണ് മാർച്ച് 31 വരെ പാർക്ക് അടച്ചിടുന്നത്. കഴിഞ്ഞ വർഷം 111 വരയാട്ടിൻ കുട്ടികളായിരുന്നു പിറന്നത്. നീലഗിരിത്താർ എന്നറിയപ്പെടുന്ന വരയാടുകളുടെ മലമേടാണ് ഇരവികുളം ദേശീയ ഉദ്യാനത്തിന്റെ ഭാഗമായ രാജമല. സന്ദർശകർക്കായി തുറന്നു നൽകിയിട്ടുണ്ടെങ്കിലും കർശന നിയന്ത്രണങ്ങളോടെയാണ് പ്രവേശനം. വരയാടുകളുടെ പൂർണ്ണ സംരക്ഷണം ഉറപ്പാക്കിയാണ് പ്രവർത്തനം. ഇതിന്റെ ഭാഗമായിട്ടാണ് പ്രജനനകാലം മുൻനിർത്തി ഫെബ്രുവരി 1 മുതൽ മാർച്ച് 31 വരെ പാർക്ക് അടച്ചിടുന്നത്. വരയാടുകളുടെ സുരക്ഷിതമായ പ്രജനനകാലം ഉറപ്പുവരുത്തുന്നതിനും വരയാടി കുഞ്ഞുങ്ങൾക്ക് സന്ദർശകർക്ക് മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ക്ലോഷർ പീരീഡ് എല്ലാ വർഷവും 2 മാസക്കാലം നമ്മൾ പാർക്ക് അടച്ചിടുന്നത്. കഴിഞ്ഞ വർഷം രാജമലയിൽ 111 വരയാട്ടിൻ കുട്ടികളാണ് പിറന്നത്. ഉദ്യാനത്തിലാകെ 223 വരയാടുകളുണ്ടെന്നാണ് വനംവകുപ്പിന്റെ ഔദ്യോഗിക കണക്ക്. ന്യൂസ് 18 രാജമല. വയനാട്ടിൽ ഗോത്ര യുവാവ് വിവാഹത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ സേവ് ദ ഡേറ്റ് ഫോട്ടോഷൂട്ടും ചിത്രങ്ങൾ വെച്ച് തയ്യാറാക്കിയ വീഡിയോയും വൈറലാകുന്നു. പരമ്പരാഗത വേഷത്തോടെയുള്ള ചിത്രങ്ങളാണ് മണികണ്ഠനും ഗ്രീഷ്മയും സേവ് ദ ഡേറ്റിനായി എടുത്തത്. വയനാട് മാനന്തവാടിയിൽ നിന്ന് രതീഷ് വാസുദേവൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വിവാഹം നിശ്ചയിച്ചപ്പോൾ തന്നെ മണികണ്ഠൻ കരുതിയതാണ് ചടങ്ങുകളിൽ ഗോത്ര തനിമ നിലനിർത്തണമെന്ന്. പുതിയ കാലത്തിന്റെയും യുവതലമുറയുടെയും ട്രെൻഡിനൊപ്പം സേവ് ദി ഡേറ്റ് പ്ലാൻ ചെയ്തപ്പോഴും മനസ്സിലുണ്ടായിരുന്നത് പലപ്പോഴും പൊതുസമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തിയ തന്റെ സമുദായത്തിന്റെ അടയാളങ്ങളുള്ള എന്തെങ്കിലും പുതിയതായി നൽകണമെന്ന്. മാധ്യമപ്രവർത്തകനായ സുഹൃത്ത് ഇത്തരത്തിൽ നിർദ്ദേശം വെച്ചതോടെ മറ്റൊരു കൂട്ടുകാരൻ വിജേഷാണ് ഫോട്ടോകൾ എടുത്തത്. അപ്പം ഇങ്ങനെയൊരു ആശയം മനസ്സിൽ വരാൻ കാരണം ഞങ്ങളുടെ തനത് സമുദായത്തെ ഒന്നുകൂടി എടുത്ത് പൊതുസമൂഹത്തിലേക്ക് കാണിക്കാൻ വേണ്ടിയിട്ടും ഒന്നിനും കുറഞ്ഞവരല്ല ഞങ്ങള് നിങ്ങളോടൊപ്പം തന്നെയാണ് എന്ന് ചൂണ്ടിക്കാണിക്കാനും വേണ്ടിയാണ്. വയനാട്ടിലെ പണിയ സമുദായത്തിലെ ആദ്യ MBA ബിരുദധാരി കൂടിയാണ് മണികണ്ഠൻ. പൂക്കോട് കേരള വെറ്റിനറി യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യുന്നു. വധുവായ ഗ്രീഷ്മ നഴ്സിംഗ് കോഴ്സ് പൂർത്തിയാക്കി ജോലിക്ക് കാത്തിരിക്കുകയാണ്. ഈ വരുന്ന വ്യാഴാഴ്ചയാണ് വിവാഹം.
ഗോത്രാചാരപ്രകാരം മാനന്തവാടിയിലെ കാവണക്കുന്ന് കോളനിയിലാണ് കെട്ടുകല്യാണം നടക്കുക. ന്യൂസ് 18 വയനാട്. പിന്നെ വാർത്തകളിലേക്ക്. കോടഞ്ചേരി ചാലിപ്പുഴയെ നശിപ്പിക്കരുത് എന്നാവശ്യപ്പെട്ട പരിസ്ഥിതിവരിൽ സ്ത്രീകളും കുട്ടികളും ഉണ്ടായിരുന്നു. ന്യൂസ് 18 കോഴിക്കോട്. ദാരുശില്പങ്ങളാൽ സമ്പന്നമായ കാസർകോട്ടെ മടിയൻ കൂലോം ക്ഷേത്രത്തെ ക്യാൻവാസിൽ പകർത്തി ചിത്രകാരന്മാർ. ചിത്രകാർ കേരളയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പേളിക ചിത്രകലാ ക്യാമ്പിന്റെ ഭാഗമായിട്ടാണ് ചിത്രരചന. മടിയൻകൂലം ക്ഷേത്രത്തിന്റെ ഇടനാഴികളിലെല്ലാം മരങ്ങളിൽ കൊത്തിയ മനോഹരങ്ങളായ ചാരുശില്പങ്ങളാണ്. ശില്പങ്ങൾക്കൊപ്പം ക്ഷേത്ര പരിസരവും ചിത്രങ്ങളാണ് 30 കലാകാരന്മാർ ക്യാൻവാസിൽ വരച്ചത്. ക്ഷേത്രത്തിന്റെ കുളപ്പുര, പടിഞ്ഞാറേ നട, അരയാൽ തുടങ്ങിയവയെല്ലാം ചിത്രങ്ങളായി. പൈതൃക സമ്പത്തായി വരും തലമുറയ്ക്ക് കൈമാറേണ്ട ക്ഷേത്രത്തിലെ ദാരുശില്പങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന ലക്ഷ്യത്തോടെയാണ് ചിത്രകാരന്മാർ കേരള ക്യാമ്പ് സംഘടിപ്പിച്ചത്. ജില്ലക്കകത്തു നിന്നും കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ നിന്നുമായിട്ടുള്ള ഏകദേശം 30ഓളം ചിത്രകാരന്മാരാണ് ഈ ഏകദിന ചിത്രകലാ ക്യാമ്പിൽ ഇന്നിവിടെ സംബന്ധിക്കുന്നത്. നാശത്തിൻ്റെ വക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഈ ക്ഷേത്രത്തിലെ ദാരുശില്പങ്ങൾ, വിലയേറിയ ഒരുപാട് ദാരുശില്പങ്ങൾ, അപൂർവങ്ങളായിട്ടുള്ള ദാരുശില്പങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ട് എന്നാണ് ഈ ചിത്രകലാ ക്യാമ്പിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളുടെ അഭിപ്രായം. പടിഞ്ഞാറേ ഗോപുരം, കിഴക്കേ കുളക്കടവ് ഗോപുരം, ക്ഷേത്ര അഗ്രശാലയോട് ചേർന്ന ഗോപുരം എന്നിവയുടെ മേൽത്തട്ടിലാണ് അപൂർവ ശില്പങ്ങൾ. ദശാവതാരം, ദേവതകൾ, രാമായണ കഥ എന്നിവയെല്ലാം ഇവിടെ ശില്പങ്ങളായി ചിത്രീകരിച്ചു. ഇവയെല്ലാം ചിത്രകാരന്മാർ ക്യാൻവാസിൽ പകർത്തി. ദാരുശില്പങ്ങളുടെ സംരക്ഷണത്തിനായി ലളിതകലാ അക്കാദമിയും സംസ്ഥാന പുരാവസ്തു വകുപ്പും നിവേദനം നൽകാനും ചിത്രകാർ കേരളയുടെ പ്രവർത്തകർ തീരുമാനിച്ചു. ന്യൂസ് 18 കാസർഗോഡ്. സ്വകാര്യ ആശുപത്രി ജീവനക്കാരനെ മാനേജ്മെന്റ് പ്രതിനിധികൾ മർദ്ദിച്ചതായി പരാതി. കൊല്ലം കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ റിസപ്ഷനിസ്റ്റായി ജോലി ചെയ്യുന്ന കുലശേഖരപുരം സ്വദേശി രാജേഷാണ് പരാതിക്കാരൻ. തുടർച്ചയായി നൈറ്റ് ഡ്യൂട്ടി ഇട്ടതിനെ തുടർന്ന് ജോലിയിൽ തുടരാൻ സാധിക്കില്ല എന്ന് അറിയിക്കാൻ എത്തിയപ്പോഴായിരുന്നു മർദ്ദനം എന്നാണ് പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത്. മർദ്ദനമേറ്റ യുവാവ് കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. INTUC ജനറൽ വർക്കേഴ്സ് യൂണിയൻ ഇടുക്കി മരിയാപുരം മേഖലാ കൺവെൻഷൻ നടന്നു. INTUC അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗം ബാബു കുര്യാക്കോസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കോവിഡിനെ തുടർന്ന് സാമ്പത്തിക പ്രതിസന്ധിയിലായ തൊഴിലാളികളെ സഹായിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന് പ്രവർത്തകർ ആരോപിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം.news18.com